സ്റ്റോപ്പിലേക്ക് ഇന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ വി എസ് സനോജ് ഇവിടെ റെഡിയാണ്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്ഫോടനാത്മകമായ വാർത്തകൾ വന്ന ഒരു പകലായിരുന്നു ഇന്നലെ. മാത്രമല്ല, ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? അതുതന്നെയാണ് കേരളം ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നതോ അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ചോ ആയിട്ടുള്ള ഒരു സംഭവത്തെ തുടർന്നുള്ള അതിൻ്റെ ഒരു വന്ന ദിവസം എന്ന രീതിയിൽ നമുക്ക് പത്രവാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായി തന്നെ എല്ലാ പത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കും, കാരണം ആളുകൾ വോട്ടെടുപ്പിന് എത്തിക്കൊണ്ടിരിക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഇന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്നത് മാതൃഭൂമിയുടേതാണ്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ഒരു ലീഡ് വളരെ ചെറിയൊരു ടോപ്പിൽ കൊടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി മാതൃഭൂമി നൽകിയിരിക്കുന്നത് സൂത്രധാരൻ ആര് എന്നുള്ളതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺസ്പിരസി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ ആ കോൺസ്പിരസി തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയും അതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സിനിമാ താരത്തെ വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സൂത്രധാരൻ ആര് എന്നുള്ള പ്രധാന തലക്കെട്ട് നൽകിക്കൊണ്ട് തന്നെ ആ വാർത്തയെ മാതൃഭൂമി സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടാവണം. ആ മോട്ടീവ് ആര് നടത്തി എന്നുള്ളത് ഇത്തരം ഒരു കേസിൽ ഏറ്റവും പ്രസക്തമാണ്. അതൊരു സാധാരണ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ അല്ല, ഒരു അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നമുക്കറിയാം. അതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ തലക്കെട്ട്. അത് അവർ ആ രീതിയിൽ തന്നെ അതിനൊരു കൃത്യമായി ഒരു ഇരയ്ക്കൊപ്പം എന്ന തരത്തിലേക്കൊരു നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു തലക്കെട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ അർത്ഥത്തിൽ അർഹിക്കപ്പെടുന്ന ഒരു തലക്കെട്ടായി എനിക്ക് തോന്നി. മലയാള മനോരമയിൽ അത് കൃത്യമായി വാർത്തയിൽ തന്നെ നിൽക്കുന്നു. അതായത് ദിലീപിനെ വിട്ടയച്ചു എന്ന് മലയാള മനോരമ തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. സർക്കാർ അപ്പീൽ നൽകും എന്ന് അതിനകത്ത് അവർ പറയുന്നുമുണ്ട്. ഒപ്പം ഉൾപേജിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അത് വളരെ അതിൻ്റെ സെൻറ്റർ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ ആ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സോ ഇൻ്റർവെല്ലോ എന്നുള്ളതാണ്. കാരണം ഈ നിയമപോരാട്ടം തുടരുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു. ഇത് കള്ളക്കഥയാണ് എന്നുള്ള ദിലീപിൻ്റെ പ്രസ്താവനയും അവർ ചേർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദാംശങ്ങളിൽ തന്നെ പത്രങ്ങൾ പോയിരിക്കുന്നു. മാധ്യമം ദിലീപിനെ വെറുതെ വിട്ടു എന്ന് തലക്കെട്ട് ഉണ്ട്. ഒപ്പം ഉൾപേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് തിരിച്ചടിയായത് കൂറുമാറ്റമാണ് എന്ന് മാധ്യമം ഉൾപേജിൽ പറഞ്ഞിരിക്കുന്നു. കാരണം 261 സാക്ഷികളിൽ 28 പേർ കൂറുമാറി. മാപ്പുസാക്ഷിയാക്കിയ 3 പേരും കാര്യമായ പ്രയോജനം ചെയ്തില്ല. ഇത് കേസിനെ കാര്യമായി ബാധിച്ചു എന്ന് മാധ്യമം പറയുന്നു. ഒപ്പം കൗമുദിയുടെ തലക്കെട്ട് നടൻ ദിലീപ് കുറ്റമുക്തൻ എന്നാണ്. പ്രോസിക്യൂഷൻ പരാജയമെന്ന് കോടതി പറഞ്ഞതായും ഒപ്പം ജഡ്ജി ഹണി എം വർഗീസിൻ്റെ ചിത്രം സഹിതം കോടതി പറഞ്ഞ കാര്യം അവർ ഒരു ബോക്സിൽ ചേർത്തിരിക്കുന്നു. ഒപ്പം കുറ്റവിമുക്തനാക്കിയ ദിലീപ് അവരുടെ വീട്ടുകാർക്കൊപ്പം ഭാര്യ കാവ്യമാധവനും ഒപ്പം കുടുംബത്തിനും ഒപ്പം നിൽക്കുന്ന ചിത്രവും നൽകിയിരിക്കുന്നു. ഇത് സുപ്രഭാതവും ഒന്നാം പേജിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സിറാജിൽ ഈ വാർത്ത തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്നലെ സഭയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു വാഗ്വാദമാണ്. അത് വന്ദേ ഭാരതത്തെ സംബന്ധിച്ചാണ്. അത് സഭയിൽ കൊമ്പുകോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മോദിയും പ്രിയങ്കയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത സിറാജ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ അവർ കൂടുതൽ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗിക വിജയം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എഡിറ്റോറിയലുണ്ട്. ഒപ്പം ഇത് ഇനി ഒരു വലിയ നിയമ പോരാട്ടത്തിന് വഴിയൊരുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് കേസിൻ്റെ ഒരു തലക്കെട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉൾപേജിൽ അവർ ഒരു വിശദാംശവും നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും ഈ വാർത്ത തന്നെയാണ്. 6 പ്രതികൾ കുറ്റക്കാർ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് വാർത്ത. അതിൽ ദേശാഭിമാനി 14-ാം പേജിൽ പറയുന്നുണ്ട്, നിരാശാ രോഷം അവൾക്കൊപ്പം തന്നെ എന്ന് ദേശാഭിമാനി അതിനകത്തൊരു പൊസിഷൻ കൂടെ എടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയുടെ 1-ാം പേജിലുള്ളത് 2ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന 23-കാരിയുടെ മൊഴി അവർ 1-ാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഉൾപേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ SIR നടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 22 ലക്ഷം പേർ പുറത്താകും എന്നുള്ളൊരു വാർത്ത നൽകിയിരിക്കുന്നു. ജന്മഭൂമിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ച വാർത്തയുണ്ട്. ഒപ്പം ദീപികയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ വന്നത് കംബോഡിയ തായ് അതിർത്തിയിൽ വീണ്ടും പുകയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സംഘർഷം രൂക്ഷമാകുന്നൊരു വാർത്ത കൂടിയാണ്. മെട്രോ വാർത്ത ഇന്ന് വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന 1-ാം പേജാണ്. 6 പേർ അകത്ത്, ദിലീപ് പുറത്ത് എന്നവർ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചില വാർത്തകളൊന്ന് പിട്ടിക്കുഞ്ഞു മുഹമ്മദിനെതിരെ കേസ് എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ
സ്പോർട്സിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 1-ാം T20 വൈകിട്ട് ആരംഭിക്കും. കട്ടയ്ക്ക് നിന്നാൽ എന്ന് മനോരമ തലക്കെട്ടിൽ പറയുന്നു. ഒപ്പം റയലിൻ്റെ തോൽവി, ചുവപ്പുകാടുകൾ കളന്നിറഞ്ഞ കളിയിൽ റയലിന് സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ സീസണിലെ ആദ്യ തോൽവി എന്നൊരു വാർത്തയും അവർ നൽകിയിട്ടുണ്ട്. ഒറ്റ വാർത്ത കൂടെ രസകരമായ ഒരു കൗതുകമായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം അത് എക്സിൽ കുറിച്ച ഭൂമിയിലെ സുന്ദരമായ ഇടം കാണാൻ ആനന്ദ് മഹീന്ദ്ര എത്തി എന്ന് പറഞ്ഞുകൊണ്ട്, കടമുക്കുടി കാണാൻ വേണ്ടി ആനന്ദ് മഹീന്ദ്ര വന്ന കടമുക്കുടി റോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി 1-ാം പേജിൽ ഒരു വാർത്ത കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ രസകരമായി ആ വാർത്ത അവർ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതായാലും നമ്മുടെ നേതാക്കളെല്ലാം വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സമയം സാഹചര്യം കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ പോയത്. ഏതായാലും ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടിക്രമങ്ങളും ഇത് ഹൈക്കോടതിയിൽ വലിയ നിയമയുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ നമുക്കറിയാം. ഒരു അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ അതിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. ഏതായാലും ഞാൻ വളരെ പെട്ടെന്ന് സേതുവിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്, പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ. സേതു.